നമസ്തേ. പാകിസ്ഥാനെ ക്യാൻസർ എന്ന് വിശേഷിപ്പിച്ച് ബലൂച്ച് നേതാവ് മിർ ബലൂച്ച് ഓഗസ്റ്റ് 11 ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യദിനമായി പ്രഖ്യാപിച്ചുകൊണ്ട് പാകിസ്ഥാനെതിരെ കടുത്ത വിമർശനവുമായി ബലൂച്ച് വിഘടനവാദി നേതൃത്വം രംഗത്ത്. ബലൂചിസ്ഥാൻ ഇനി സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമെന്നാണ് മിർ ബലൂച്ചിന്റെ പ്രഖ്യാപനം. മാത്രമല്ല, ബലൂച്ച് വിഷയത്തെ അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്തിക്കാട്ടിയതിന് പ്രത്യേകിച്ച് ഇന്ത്യൻ മാധ്യമങ്ങൾക്കും ഗവേഷകർക്കും നന്ദിയും രേഖപ്പെടുത്തി. പാകിസ്ഥാന്റെ ഭാഗമാണെന്ന് അന്താരാഷ്ട്ര സമൂഹം അംഗീകരിക്കുന്ന ബലൂചിസ്ഥാൻ യഥാർത്ഥത്തിൽ എങ്ങനെ ഒരു സ്വാതന്ത്ര്യാവകാശത്തിന്റെ കേന്ദ്രമായി മാറി? 1947 മുതൽ തുടരുന്ന ബലൂച്ച് പാകിസ്ഥാൻ സംഘർഷത്തിന്റെ ചരിത്രം എന്താണ്? മിർ ബലൂച്ചിന്റെ പുതിയ പ്രഖ്യാപനത്തിന് പിന്നിലെ രാഷ്ട്രീയം എന്താണ്? വിശദമായി നോക്കാം. ഓഗസ്റ്റ് 11 സ്വാതന്ത്ര്യദിനമായി ആഘോഷിച്ച വേളയിൽ പാകിസ്ഥാനെ ക്യാൻസർ എന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ് ബലൂച്ച് വിഘടനവാദി നേതാവ് മിർ ബലൂച്ച്. തങ്ങളുടെ ദേശത്തിന് അന്താരാഷ്ട്ര സമൂഹം അംഗീകാരം നൽകണമെന്ന് ആവശ്യപ്പെട്ട സംഘടന ബലൂചിസ്ഥാൻ വിഷയം ലോകവേദികളിൽ എത്തിച്ചതിന് ഭാരതീയ മാധ്യമങ്ങൾക്ക് പ്രത്യേകം നന്ദിയും രേഖപ്പെടുത്തി. എക്സിൽ പങ്കുവച്ച സ്വാതന്ത്ര്യദിന സന്ദേശത്തിലാണ് ബലൂചിസ്ഥാൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമാണെന്ന് പ്രഖ്യാപിച്ചത്. ഈ പ്രദേശത്തെ പാകിസ്ഥാന്റെ പ്രവിശ്യയായി പരാമർശിക്കുന്നത് രാജ്യങ്ങളും അന്താരാഷ്ട്ര സംഘടനകളും അവസാനിപ്പിക്കണമെന്ന് സന്ദേശത്തിൽ അഭ്യർത്ഥിക്കുന്നു. ബലൂചിസ്ഥാനിലെ ജനങ്ങൾക്കുള്ള ധാർമ്മിക പിന്തുണ തുടരണം. എങ്കിൽ മാത്രമേ നമ്മുടെ നാടായ ബലൂചിസ്ഥാനിൽ നിന്ന് ക്യാൻസർ പോലുള്ള പാകിസ്ഥാനെ തുടച്ചു നീക്കാൻ കഴിയൂ എന്ന് മിർ ബലൂച്ച് വ്യക്തമാക്കി. ബലൂചിസ്ഥാൻ റിപ്പബ്ലിക്കിന്റെ സ്വാതന്ത്ര്യ സന്ദേശം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് ആഗോളതലത്തിൽ ബലൂചിസ്ഥാൻ പ്രശ്നം ശക്തമായി ഉയർത്തിക്കാട്ടിയ അന്താരാഷ്ട്ര മാധ്യമ സംഘടനകൾക്കും പ്രത്യേകിച്ച് ഭാരതത്തിലെ മാധ്യമങ്ങൾക്കും ഗവേഷകർക്കും നന്ദി അറിയിച്ചത്. ബ്രിട്ടീഷ് ഇന്ത്യ വിഭജനത്തിന് തൊട്ടുമുമ്പ് 1947 ഓഗസ്റ്റ് 11 ബലൂചിസ്ഥാൻ ആദ്യമായി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതെന്നാണ് സംഘടനയുടെ ചരിത്രപരമായ അവകാശവാദം. ഐക്യരാഷ്ട്രസഭയിലെ അംഗരാജ്യങ്ങൾ, ആസിയാൻ, ആഫ്രിക്കൻ യൂണിയൻ, യൂറോപ്യൻ രാജ്യങ്ങൾ, OIC എന്നിവയോട് തങ്ങളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെ പിന്തുണയ്ക്കാൻ ബലൂച്ച് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിദേശ നയം, പ്രതിരോധം, സാമ്പത്തിക കാര്യങ്ങൾ എന്നിവയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ബലൂചിസ്ഥാൻ ഏറ്റെടുക്കുമെന്നും പാസ്പോർട്ടുകൾ, കറൻസി, മാധ്യമ സ്ഥാപനങ്ങൾ, നയതന്ത്ര ദൗത്യങ്ങൾ എന്നിവ ഉടൻ അവതരിപ്പിക്കുമെന്നും പ്രസ്താവനയിൽ അവകാശപ്പെടുന്നു. 1947 ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചനം നേടിയ ചരിത്രപരമായ ദിനത്തിന്റെ ഓർമ്മ പുതുക്കാനാണ് ഈ തീയതി തെരഞ്ഞെടുത്തതെന്ന് ബലൂച്ച് നേതാക്കൾ വ്യക്തമാക്കുന്നു. ബലൂച്ച് ജനത സ്വതന്ത്ര ബലൂചിസ്ഥാന്റെ ദേശീയ പതാക തങ്ങളുടെ വീടുകൾ, അയൽപ്പക്കങ്ങൾ, കമ്പോളങ്ങൾ, കടകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മറ്റു പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ ഉയർത്തണം. ലോകമെമ്പാടുമുള്ള ആഘോഷങ്ങൾക്കുള്ള ആഹ്വാനം ചെയ്തുകൊണ്ട് ബലൂച്ച് വിമോചന നേതാവ് മിർ ബലൂച്ച് പറഞ്ഞു. ഈ ചരിത്ര ദിനത്തിന്റെ പ്രാധാന്യം വരും തലമുറകൾക്ക് കൈമാറാനാണ് ഈ ആചരണം ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രസ്താവന പ്രകാരം റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ ഓഗസ്റ്റ് 11 തങ്ങളുടെ സ്വാതന്ത്ര്യദിനമായി കണക്കാക്കുന്നുവെന്നും എല്ലാ വർഷവും ഈ അവസരം ആഘോഷിക്കുന്നത് തുടരുമെന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വിഭജനം, ഈ മേഖലയിലുടനീളം നീണ്ടുനിന്ന സംഘർഷം, അശാന്തി, ഭീകരവാദം, സാമ്പത്തിക അസ്ഥിരത, രാഷ്ട്രീയ പ്രതിസന്ധികൾ എന്നിവയ്ക്ക് കാരണമായെന്ന് പ്രസ്താവനയിൽ അവർ അവകാശപ്പെടുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളെയും ബാധിച്ചിട്ടുണ്ടെന്ന് അവർ ആരോപിച്ചു. കശ്മീർ വിഷയം, 1948 മാർച്ചിലെ ബലൂചിസ്ഥാനിലെ സൈനിക നടപടി, 1971 കിഴക്കൻ പാകിസ്ഥാനിലെ യുദ്ധം, ജോർദാനിൽ പാലസ്തീനികളുമായി ബന്ധപ്പെട്ട സൈനിക നീക്കങ്ങൾ, സോവിയറ്റ് അഫ്ഗാൻ യുദ്ധം, 1998 ചാഗായ് ജില്ലയിൽ നടത്തിയ ആണവ പരീക്ഷണങ്ങൾ, അമേരിക്കയിലെ സെപ്റ്റംബർ 11 ആക്രമണത്തിന് ശേഷമുള്ള സംഭവവികാസങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം പ്രസ്താവനയിൽ പരാമർശിച്ചിട്ടുണ്ട്. ഈ സംഭവങ്ങൾ മേഖലയിലെ അസ്ഥിരതയ്ക്കും സംഘർഷത്തിനും രക്തച്ചൊരിച്ചിലിനും കാരണമായെന്ന് അവർ അവകാശപ്പെട്ടു. പാകിസ്ഥാൻ നിലവിലെ രൂപത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ശാശ്വത സമാധാനവും വികസനവും സമൃദ്ധിയും കൈവരിക്കാനാവില്ലെന്ന് റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ വിശ്വസിക്കുന്നതായും അവർ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തെ ഔദ്യോഗികമായി അംഗീകരിക്കാനും ഭരണം പിൻവാങ്ങുന്ന സമയത്ത് 1947 ഓഗസ്റ്റ് 11 ബലൂചിസ്ഥാൻ ആദ്യമായി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്. ഈ പ്രഖ്യാപന വാർത്ത ദ ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും ഓൾ ഇന്ത്യ റേഡിയോ സംപ്രേഷണം ചെയ്തിട്ടുണ്ടെന്നും അവർ അവകാശപ്പെട്ടു. ബലൂചിസ്ഥാൻ പാകിസ്ഥാനിലെ പ്രവിശ്യയാണെന്ന നിലപാടാണ് അന്താരാഷ്ട്ര തലത്തിലുള്ളതെങ്കിലും കഴിഞ്ഞ മാസം വിമത സംഘം പ്രദേശത്തിന്റെ ഭൂരിഭാഗത്തിന്റെയും നിയന്ത്രണം പിടിച്ചെടുത്തതായി അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഈ അവകാശവാദങ്ങൾ പാകിസ്ഥാനോ ലോകരാഷ്ട്രങ്ങളോ അംഗീകരിച്ചിട്ടില്ല. സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ തടയാൻ പാകിസ്ഥാൻ അധികൃതർ കനത്ത സുരക്ഷാ നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. കലാത്ത്, ക്വേറ്റ, കുസ്താർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ വിച്ഛേദിച്ചതായും സുരക്ഷാ കന്റോൺമെന്റുകൾക്ക് ചുറ്റും കിടങ്ങുകൾ കുഴിച്ചതായും ബലൂച്ച് ഗ്രൂപ്പ് ആരോപിക്കുന്നു. സൈനിക വിമാനങ്ങളും ഡ്രോണുകളും മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇത്തരം നിയന്ത്രണങ്ങൾ മറികടന്ന് ബലൂചിസ്ഥാന്റെ വിവിധ ഭാഗങ്ങളിൽ പിന്തുണക്കാർ ആഘോഷങ്ങൾ നടത്തിയതായി സംഘടന വ്യക്തമാക്കിയിരിക്കുകയാണ്.
ദീർഘകാലമായി കലാപങ്ങളും മനുഷ്യാവകാശ പ്രശ്നങ്ങളും നിലനിൽക്കുന്ന ഈ മേഖലയിലെ വിഘടനവാദ ആവശ്യങ്ങളെ പാകിസ്ഥാൻ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. 2026 ഓഗസ്റ്റ് 11 പാകിസ്ഥാന്റെ കൊളോണിയൽ ഭരണത്തിൽ നിന്ന് സ്വതന്ത്രമാകുന്ന ബലൂചിസ്ഥാൻ റിപ്പബ്ലിക് എന്ന് അദ്ദേഹം നാമകരണം ചെയ്തു. ബലൂചിസ്ഥാനിലെ ജനങ്ങൾക്ക് തുടർന്നും ധാർമ്മിക പിന്തുണ ലഭിക്കണം. അങ്ങനെ നമ്മുടെ ഭൂമിയായ ക്യാൻസറായ പാകിസ്ഥാനെ ബലൂചിസ്ഥാനിൽ നിന്ന് തുടച്ചു നീക്കാൻ കഴിയും എന്ന് മിർ യാർ ബലൂച്ച് ഒരു സന്ദേശത്തിൽ പറഞ്ഞിരുന്നു. ബലൂചിസ്ഥാൻ റിപ്പബ്ലിക്കിന്റെ സ്വാതന്ത്ര്യത്തിന് ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് നന്ദിയും പ്രത്യേകിച്ച് ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് ലോകമെമ്പാടുമുള്ള ബലൂചിസ്ഥാൻ വിഷയം ഉന്നയിച്ച അന്താരാഷ്ട്ര മാധ്യമ സംഘടനകൾക്കും ഗവേഷകർക്കും തിങ്ക് ടാങ്കുകൾക്കും മിർ യാർ ബലൂച്ച് നന്ദി പറഞ്ഞിരുന്നു. അത് ഈ വാർത്തയോട് ആദ്യം പറഞ്ഞിരുന്നു, എങ്കിലും ഒന്നുകൂടെ പറഞ്ഞതാണ്. കൂടാതെ ബലൂചിസ്ഥാനിലെ ജനങ്ങൾക്ക് അന്താരാഷ്ട്ര ധാർമ്മിക പിന്തുണ തുടരണമെന്ന സന്ദേശം അഭ്യർത്ഥിക്കുകയും പ്രദേശത്തിന്റെ സ്വാതന്ത്ര്യം അംഗീകരിക്കാൻ രാജ്യങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഇന്നു മുതൽ ബലൂചിസ്ഥാനെ പാകിസ്ഥാൻ പ്രവിശ്യയെ വിളിക്കുകയോ എഴുതുകയോ വിശേഷിപ്പിക്കുകയോ ചെയ്യുന്നതിന് പകരം അത് എഴുതുകയും വായിക്കുകയും ഒരു സ്വതന്ത്ര രാജ്യമായി പരാമർശിക്കുകയോ ചെയ്യണമെന്ന് ബലൂചിസ്ഥാൻ റിപ്പബ്ലിക് മുഴുവൻ ലോകത്തോട് ആവശ്യപ്പെടുകയാണ്. കൂടാതെ വിദേശ നയം, പ്രതിരോധം, സാമ്പത്തിക കാര്യങ്ങൾ, രാഷ്ട്രീയം, നയതന്ത്രം എന്നിവയുടെ ഉത്തരവാദിത്വം ബലൂചിസ്ഥാൻ ഏറ്റെടുക്കുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടിരിക്കുകയാണ്. ആരാണ് ഈ മിർ യാർ ബലൂച്ച്? അതുപോലെ തന്നെ പാസ്പോർട്ടുകൾ, കറൻസി, മാധ്യമ സംഘടനകൾ, വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങൾ, നയതന്ത്ര ദൗത്യങ്ങൾ എന്നിവ ആരംഭിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുവരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. കൂടാതെ ബലൂച്ച് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ വിവിധ വിഭാഗങ്ങളെ ഒന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണെന്നും മിർ യാർ ബലൂച്ച് അവകാശപ്പെട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം നമുക്കൊന്ന് നോക്കാം. ബലൂചിസ്ഥാൻ പ്രശ്നത്തിൻ്റെ എങ്ങനെയാണ് ആ ഒരു ചരിത്ര പശ്ചാത്തലം എന്നുള്ളത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ വിഭജന കാലം മുതൽ ആരംഭിക്കുന്നതാണ് ഈ തർക്കം. ഒന്നാമത് കലാത്ത് രാജ്യവും 1947 സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ബ്രിട്ടീഷ് പദവി. ബ്രിട്ടീഷ് ഭരണകാലത്ത് ബലൂചിസ്ഥാൻ പ്രവിശ്യ പല നാട്ടുരാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു കലാത്ത് രാജ്യം. ഇതുമായി ബന്ധപ്പെട്ടതാണ് സ്റ്റാൻഡ് സ്റ്റിൽ കരാർ. 1947 ഓഗസ്റ്റ് 11 ബ്രിട്ടീഷുകാരും കലാത്ത് ഭരണാധികാരി മിർ അഹമ്മദ് യാർ ഖാനും ഭാവി പാകിസ്ഥാൻ സർക്കാരും തമ്മിൽ ഒരു കരാർ ഒപ്പുവെച്ചു. സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ഈ കരാറിന്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ രൂപീകൃതമാകുന്നതിന് 3 ദിവസം മുമ്പ് 1947 ഓഗസ്റ്റ് 11 കലാത്ത് സ്വയംഭരണാവകാശം പ്രഖ്യാപിച്ചു. അവിടെ സ്വന്തമായി ഇരുസഭകളുള്ള പാർലമെന്റും നിലവിൽ വന്നു. 2. പാകിസ്ഥാന്റെ കൂട്ടിച്ചേർക്കലും ആദ്യ കലാപവും. 1948 കേട്ടോ. നിർബന്ധിത ലയനം. സ്വതന്ത്രമായി നിൽക്കാനായിരുന്നു ബലൂച്ച് ജനതയുടെ താൽപ്പര്യമെങ്കിലും 1948 മാർച്ച് 27 പാകിസ്ഥാൻ സൈന്യം കലാത്തിലേക്ക് നീങ്ങുകയും ഭരണാധികാരിയെ കൊണ്ട് ലയന കരാറിൽ ഒപ്പുവെപ്പിക്കുകയും ചെയ്തു. ബലൂച്ച് വിയോജിപ്പ്. ബലൂച്ച് ദേശീയവാദികൾ ഈ ലയനം ഒരിക്കലും അംഗീകരിച്ചില്ല. ഇതിനെ അവർ ഒരു അധിനിവേശമായി കണക്കാക്കുകയും അന്നു മുതൽ പാക് വിരുദ്ധ സായുധ പോരാട്ടങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. മൂന്നാമത്തേതാണ് തുടർന്നുള്ള പ്രതിസന്ധികളും വിഭവ ചൂഷണവും. 5 ഘട്ടങ്ങളായുള്ള കലാപങ്ങൾ 1948, 1958, 1962, 1973, 77 കാലഘട്ടങ്ങളിലും തുടർന്ന് 2005 മുതൽ ഇന്നുവരെയും നീളുന്ന ശക്തമായ 5 കലാപ പരമ്പരകൾക്ക് ബലൂചിസ്ഥാൻ സാക്ഷ്യം വഹിച്ചു. വിഭവ ചൂഷണം. പാകിസ്ഥാന്റെ ഏറ്റവും വലിയ പ്രവിശ്യയാണെങ്കിലും 44% വിസ്തൃതി. ഇവിടുത്തെ പ്രകൃതിവാതകവും ധാതുശേഖരവും ഇസ്ലാമാബാദ് ഭരണകൂടം ചൂഷണം ചെയ്യുകയാണെന്നും പ്രാദേശിക ജനതയ്ക്ക് ഇതിന്റെ ഗുണം ലഭിക്കുന്നില്ലെന്നും അവർ ആരോപിക്കുന്നു. നിലവിൽ പാകിസ്ഥാനിലെ ഏറ്റവും ദരിദ്രവും വികസനം കുറഞ്ഞതുമായ മേഖലയാണ് ഇത്. മനുഷ്യാവകാശ ലംഘനങ്ങൾ. പാക് സൈന്യം 10,000 ബലൂച്ച് യുവാക്കളെയും നേതാക്കളെയും തട്ടിക്കൊണ്ടുപോവുകയും അതുപോലെ വ്യാജ ഏറ്റുമുട്ടലുകളിൽ വധിക്കുകയും ചെയ്യുന്നുവെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 11 ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യദിനമായി ആചരിക്കണമെന്ന മിർ യാർ ബലൂച്ചിന്റെ ആഹ്വാനം പതിറ്റാണ്ടുകളായി തുടരുന്ന ബലൂച്ച് ദേശീയവാദ പ്രസ്ഥാനത്തിന് പുതിയ രാഷ്ട്രീയ ശ്രദ്ധേയമാണ് നൽകുന്നത്. എന്നാൽ ബലൂചിസ്ഥാൻ സ്വതന്ത്ര രാഷ്ട്രമെന്ന അവകാശവാദം നിലവിൽ അന്താരാഷ്ട്ര സമൂഹം അംഗീകരിച്ചിട്ടില്ല. പാകിസ്ഥാനും ഈ വിഘടനവാദ ആവശ്യത്തെ ശക്തമായി തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. 1947 കലാത്ത് വിഷയത്തിൽ നിന്ന് ആരംഭിച്ച് സൈനിക ഇടപെടലുകൾ, കലാപങ്ങൾ, വിഭവങ്ങളുടെ നിയന്ത്രണം, മനുഷ്യാവകാശ ആരോപണങ്ങൾ തുടങ്ങിയ നിരവധി ഘടകങ്ങളാണ് ഇന്നത്തെ ബലൂച്ച് പ്രശ്നത്തിന് പിന്നിൽ. അതേസമയം പാകിസ്ഥാന്റെ പ്രാദേശിക അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്ന ഈ നീക്കത്തിന് ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് നന്ദി പറയുന്നത് ശ്രദ്ധേയമായ പുതിയ രാഷ്ട്രീയമായ സന്ദേശവുമാണ്. ബലൂചിസ്ഥാൻ സ്വതന്ത്രമാകുമോ അതോ പാകിസ്ഥാന്റെ ഭാഗമായി തന്നെ തുടരുമോ? ബലൂച്ച് വിഷയത്തിൽ ഇനി അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നിലപാട് നിർണായകമാകും. എന്തായാലും ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം കൂടുതൽ വാർത്തകൾക്കായി നമ്മുടെ തത്വമയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.